എന്റെ ദൈവമേ. ഹലോ, ഇവിടെ ഈ മാധവൻകുട്ടിയുടെ വീട് എവിടാ? ഞങ്ങൾ അവിടെ ജോലിക്ക് നിൽക്കാൻ വന്നിരിക്കുന്നതാ. ഞാൻ ഭാർഗവി, ഇതെന്റെ മോൻ സത്യപാലൻ. ഏത് മാധവൻകുട്ടിയുടെ വീടാ? ഹാ, ഞങ്ങള് ജോലിക്ക് നിൽക്കാൻ വന്ന ഒരു മാധവൻകുട്ടിയുടെ വീടില്ലേ, അത് തന്നെ. 5 പെങ്ങന്മാരിലൊരു മാധവൻകുട്ടി ഇവിടെ ഉണ്ട്, അതാണോ? ആ, അത് തന്നെയാ. അവിടുത്തെ പെമ്പിള്ളാരുടെ പിന്നാലെ എപ്പോഴും ആൺകുട്ടികളുടെ ശല്യമാ. അവർക്ക് കാവലിനാ ഞങ്ങള്. വീട്ടിലെ അമ്മയും പുറത്ത് ഞാനും. ആ, അത് നന്നായി. ചേടാ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. പെമ്പിള്ളാരുടെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യവന്മാർക്ക് നാണാവില്ലേ കോന്തന്മാര്. അമ്മച്ചി, വീട് ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷെ അതൊരു വീടല്ല, ലേഡീസ് ഹോസ്റ്റലാ. അവിടുത്തെ വാർഡനാ മാധവൻകുട്ടി. ആദ്യം മകനെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് വരാം. എടാ അമ്മച്ചി, ഇവിടെ ഇരുത്തിക്കേ. സുലൈമാനെ, അമ്മച്ചിയെ കാര്യമായിട്ട് നോക്കിക്കോണേ. വാ, മകനെ ഞങ്ങൾ കാര്യമായിട്ട് നോക്കിക്കോളാം അമ്മച്ചി. ഈ കാലത്ത് ഇങ്ങനത്തെ ആൺപിള്ളാരുണ്ടല്ലോ. അധികാരമില്ല, ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. ആ നിൽക്കുന്ന ഒരാളെ കണ്ടോ? അത് ഒരാളല്ലല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ. എനിക്ക് എല്ലാരെയും കാണാം. അതല്ല, ആ കറുപ്പുടുപ്പിട്ട ആള്. അതാ മാധവൻകുട്ടി. ഏയ്, മാധവൻകുട്ടി അതല്ല. പക്ഷെ അയാളോട് ചോദിച്ചാൽ മതി, അയാൾ ആളെ കാണിച്ചു തരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചോദിക്കുമ്പോൾ വെറും മാധവൻകുട്ടിന്ന് മാത്രം ചോദിച്ചാ പോരാ, ഹിറ്റ്ലർ മാധവൻകുട്ടിന്ന് തന്നെ ചോദിക്കണം. എന്ത് മാധവൻകുട്ടി? ഹിറ്റ്ലർ മാധവൻകുട്ടി. വീട്ടുപേരാ? അതെ. നല്ല പേരല്ലേ? ചെന്ന് ചോദിക്ക, അയാൾ അപ്പ കാണിച്ചു തരും. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഓ, ഇതൊക്കെ എന്ത് ഉപകാരം. താങ്ക് യു. താങ്ക് യു. ഹലോ, ഇവിടെ ഈ ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് എവിടാ? ഇതെന്താ ചെവി കേട്ടൂടെ? എടോ, ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് ഏതാണെന്ന്. പണി നടക്കട്ടെ. അമ്മച്ചി, കാലി പോലില്ലേ? ഉണ്ടായിരുന്നത് ഇപ്പൊ കാലിയായി. ഓ, അത് ശരി. ഈ തള്ളയെ വിടണോ? അവർക്ക് ഇപ്പോഴേ തീരെ കാറ്റില്ലാത്ത. നീ മിണ്ടായിരിക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മച്ചി, മോനെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പൊ തന്നെ ജോലി പ്രവേശിച്ച് കിടക്കുകയും ചെയ്തു. കിടക്കുകയും ചെയ്തോ? അതെന്തൊരു ജോലി? അതൊക്കെ അവിടെ ചെല്ലുമ്പോ നേരിട്ട് കാണാലോ. സുലൈമാനെ, ഒന്ന് പിടിച്ചോ, പിടിച്ചോ. സഞ്ചി കൊടുത്ത്. കൊടുക്ക്. നീ ഇവിടെ ഇരുന്നോ. ആ നിൽക്കുന്ന കറുപ്പ് ഷർട്ടിട്ട ആളെ അമ്മച്ചി കാണാമോ? പിന്നെ നല്ല കലക്കനായിട്ട് കാണാം. അയാളോട് ചെന്ന് ചോദിച്ചാ മതി, ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് ഏതാണ്. എന്ത് മാധവൻകുട്ടിയാ? ഹിറ്റ്ലർ. ഹിറ്റ്ലറോ? അയ്യേ, ഹിറ്റ്ലർ അല്ല, ഹിറ്റ്ലർ. HITTLER. മതിയടാ, പിന്നെ പരീക്ഷയ്ക്ക് പോവല്ലേ, സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിച്ചു വിടാൻ. അമ്മച്ചി ഒന്ന് പറഞ്ഞ ഹിറ്റ്ലർ. ഹിറ്റ്ലർ. മറന്നു പോകാതിരിക്കാൻ മനസ്സിൽ പറഞ്ഞോണ്ട് പോയാൽ മതി. ഹിറ്റ്ലർ. 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 അയ്യോ, അയ്യോ, പാണ്ടാരോടങ്ങ മനുഷ്യനെ കൊല്ലുവല്ലോ. തള്ളും കുടിച്ച് വഴിയിലാന്ന് വന്ന് കമ്മന്നടിച്ച് കിടക്കുന്നത്. അങ്ങോട്ട് മാറി കിടന്നാ തടിയാ. ഈ മാധവൻകുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാ? ഈ മാധവൻകുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാന്ന്? ആ കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞയച്ചതാ, മറക്കല്ലേ എന്ന്. എന്തുവാ പേരെന്തുവാന്നാ പറഞ്ഞേ? തള്ളെ ചാകാൻ വേറെ വഴിയൊന്നുമില്ലേ? ഹിറ്റ്ലർന്ന് വിളിച്ച ഒരുത്തനെ തല്ലി ബോധം കെടുത്തിട്ടിരിക്കുന്ന കണ്ടില്ലേ? എന്റെ മോൻ സത്യവാലനല്ലേ ഇത്? മോനെ സത്യവാല, നോക്കിയിരിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോടോ. 2 പരിപ്പ് വടയും.